ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഗ്ലോറി. ഇന്ന് ഞാൻ എൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാണ് കേട്ടോ. അതായത് ഇന്നലെ ഞങ്ങൾ ചൂണ്ടയിടാൻ പോയി. ഞങ്ങളിവിടെ സ്ഥിരം പോകുമായിരുന്നു ചൂണ്ടയിടാനായിട്ട്. പക്ഷേ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇന്നലെ ഒന്ന് പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ രാത്രി കിട്ടിയ ക്യാച്ച് കണ്ടോ. ഞങ്ങൾ വളരെ സന്തോഷമാണ്. ചില സമയത്ത് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാതെ വന്നേക്കുന്ന സമയങ്ങളുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളൊന്ന് പോയത്. 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ എന്തായാലും പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി. ഞങ്ങൾ വെറുതെ ആയില്ല, പോക്ക് വെറുതെ ആയില്ല. ഞങ്ങൾ അതേ നേരം ഇരുന്നില്ല ഈ പ്രാവശ്യം. ഞങ്ങൾ ചില സമയത്ത് രാത്രി മുഴുവൻ ഇരുന്നിട്ട് ആയാലും ഞങ്ങൾക്ക് വരുമ്പോഴായാലും ഒന്നും കിട്ടാതിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇത്രയും മീനെ കിട്ടി. ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അതിനെ ഒന്ന് നന്നാക്കി നമുക്ക് ഫ്രഷായിട്ടൊന്ന് വറുത്ത് തിന്നാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കൂട്ടുകാരെ, എൻ്റെ ഈ മീൻ പിടുത്തക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ മീൻ ഇതെനിക്കാണ്. ഇത് ഒരു ശേരിയുടെ ഇനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനായിട്ടുള്ള ഇതിനെ നെഹ്റൂർ എന്ന് പറയും. പക്ഷേ ഈ പൊട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സുന്ദരി മീൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ വറക്കാനായിട്ട്. മുള്ളുണ്ട്, പക്ഷേ ഇത് വറക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ബട്ട് ഇത് നമുക്ക് മാർക്കറ്റിലും കിട്ടും. ഇത് എന്തായാലും എൻ്റെ സന്തോഷം പങ്കുവച്ചതിനും എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിനും വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ദേ പിടിച്ച മീന് അതിനെ നന്നാക്കി ദീപ്പ മുളകും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുക്കാം. അപ്പം ഞാൻ മീൻ വറുത്ത് കഴിഞ്ഞു. നോക്കിക്ക് നന്നായിട്ട് മരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഊണിൻ്റെ സ്പെഷ്യൽ മോര് കറിയും ഒലീവ് ഓയിൽ ചമ്മന്തിയും മീൻ വറുത്തതുമാണ്. വന്നാൽ കഴിക്കാം കേട്ടോ.